هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا قرأ ابن آدم السجد فسجد اعتزل الشيطان يبكي يقول يا ويله. وفي رواية أبي كريبة يا ويلي. أمر ابن آدم بالسجود فسجد فله الجنة وأمرت بالسجود فأبيت فللنار. സ്വഹീഹ് മുസ്ലിം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജദ, ആദമിന്റെ മക്കള് അതായത് വിശ്വാസികൾ സൂറത്ത് സജദയുടെ ആയത്ത് വരുന്ന വിശുദ്ധ ഖുർആനിൽ സജദയുടെ സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന, നമ്മൾ ഇന്നലെയും സുജൂദ് ചെയ്ത് തറാവീഹ് നിസ്കരിച്ചപ്പോൾ ഹഫ്ള് പ്രത്യേകം നമ്മളെ ഉണർത്തി റക്അത്തിൽ സുജൂദ് ഉണ്ട് എന്ന്, സജദയുടെ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മളത് ചെയ്യുകയും ചെയ്തു. ഇതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ഇടയിൽ സജദയുടെ ആയത്ത് എത്തിയാൽ ഫസജദ, അപ്പോൾ വിശ്വാസികൾ സുജൂദ് ചെയ്യുന്നു. സുജൂദ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിലേക്ക് അവന്റെ അടിമ ഏറ്റവും കൂടുതൽ അടുത്ത്, അള്ളാഹുവിനോട് അടുത്ത് അവനുമായി സംഭാഷണം നടത്തുന്ന ഏറ്റവും നിർണായകമായ, പ്രപഞ്ചത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അമലാണ്, ഒരു റുക്കിനാണ് സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തിരുദൂതൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ സുജൂദിനെ വർദ്ധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത അബൂ റബീഅ റസൂലുള്ളാഹി വെള്ളം കൊണ്ട് ഇങ്ങനെ കാത്തു നിൽക്കും. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ നബി എഴുന്നേൽക്കുമ്പോൾ ആ വെള്ളം കൊണ്ട് ചെന്ന് കൊടുക്കാനും റബീഅ ഇങ്ങനെ കാത്തു വീടിനടുത്ത് ഇങ്ങനെ ഇരിക്കും ഉറങ്ങാതെ. അപ്പോ റബീഅ ഒരു ദിവസം റബീഅയെ കണ്ടപ്പോൾ നബി തങ്ങൾക്ക് അസ്വസ്ഥത, വിഷമം പോലെ, എൻ്റെ റബീഅ എനിക്ക് വെള്ളം തരാൻ വേണ്ടി ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണല്ലോ. എന്താ എൻ്റെ റബീഅ, എൻ്റെ റബീഅക്ക് എന്താ കൊടുക്കേണ്ടത്? മോനെ റബീഅ, നിനക്ക് എന്താ വേണ്ട, നീ ചോദിച്ചോ. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ? ഞാൻ ചോദിക്കട്ടെ? ആ ചോദിച്ചോ. എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഒരു സീറ്റ് വേണം, അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഒരു സീറ്റ് വേണം. ഇതാണ്, ഇത് തന്നെ വേണം. ഇത് തന്നെ വേണം, ഇതാണ് എനിക്ക് വേണ്ടത്. ഈ സമയത്ത് കുഞ്ഞാരവി പറഞ്ഞത്, ശരി ശരി, നിനക്ക് അത് തന്നെ ഞാൻ തരാം, പക്ഷെ എന്നെ നീ ഒന്ന് സഹായിക്കണം, സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. നീ ചെയ്യേണ്ട ജോലി എന്താ? സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അത്രമാത്രം ചെയ്താൽ മതി. ബാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അള്ളാഹുവിന്റെ തിരുദൂതൻ അബൂ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അപ്പോ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് സുജൂദിലാണ്. അതുകൊണ്ട് തന്നെ സുജൂദിലാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അതുകൊണ്ട് നബി ആദരവായ പ്രവാചകൻ പറഞ്ഞു, സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകളെ വർദ്ധിപ്പിച്ചുകൊള്ളണം, അള്ളാഹുവിനോട് പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊള്ളണം. ഇവിടെ തിലാവത്തിന്റെ സുജൂദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഓതുമ്പോഴുള്ള സുജൂദ്. വിശുദ്ധ ഖുർആനിൽ 15 തിലാവത്തിന്റെ സുജൂദ് കൊണ്ടുള്ള കൽപ്പനയുണ്ട്, 15. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ഒരു അള്ളാഹുവിന്റെ അടിമ, വിശ്വാസിയായ അടിമ ഖുർആൻ ഓതുന്ന സമയത്ത് തിലാവത്തിന്റെ സുജൂദ് എത്തി, ഫസജദ, അപ്പോൾ അവൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്തു. ഈ സമയത്ത് പിശാച് ഏങ്ങലടിച്ച് കരയും, അസ്വസ്ഥനായി ദൂരോട്ട് ഓടി മറഞ്ഞു നിന്നിട്ട് ഈ സുജൂദ് ചെയ്യുന്ന അടിമയെ കണ്ടിട്ട്, നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദ് തിലാവത്തിന്റെ ആയത്തെത്തിയപ്പോ സുജൂദ് ചെയ്യുന്ന ഈ അടിമയെ കണ്ടിട്ട് പിശാച് ഏങ്ങി കരയുന്നു. പിശാചിനെ കരയിപ്പിക്കുന്ന ഒരു സാധനമാണ് തിലാവത്തിന്റെ സുജൂദ്. നമ്മൾ ഇന്നലെയും ചെയ്യും. അള്ളാഹു നമുക്ക് മരണം വരെയും അത് ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ചാരത്തിങ്ങനെ നമ്മളെ നിസ്കാരം തൊളാക്കാനൊക്കെ കറങ്ങി നിന്ന ശൈത്താൻ തിലാവത്തിന്റെ സുജൂദ് ഓതി തിലാവത്തിന്റെ സുജൂദിലേക്ക് ഇങ്ങനെ പോകുമ്പോ അവൻ മാറി നിന്ന് അവൻ ഇടങ്ങേറ് കാണിച്ച് അവൻ ഏങ്ങലടിച്ച് ഇങ്ങനെ കരയുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ,
എന്നിട്ട് അവൻ പറയും യഖൂലു, അവൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. എന്താ പറയുന്നത്? യാ വൈല, എന്റെ നാശം, എനിക്ക് വന്നു ഭവിച്ച നാശം. യാ വൈല, എന്റെ നാശം. വഫീ റിവായത്തി അബീ ഖുറൈബ്, മഹാനായ അബൂ ഖുറൈബ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് യാ വൈലി, യാ വൈലി, എന്റെ നാശമേ. എന്നാൽ അബൂ ഹുറൈറ തങ്ങളുടെ റിപ്പോർട്ടിൽ യാ വൈല, എന്റെ നാശം, എന്റെ നാശം. എന്റെ ഉമിറുബിൽ ആദമ ബിസുജൂദി, ആദമിന്റെ മക്കളോട് ആദമിനോടും സുജൂദ് കൊണ്ട് അല്ലാഹു കൽപ്പിച്ചു. ഫസജദ, ആദമിന്റെ മക്കളും വിശ്വാസികളൊക്കെ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗം കിട്ടുന്നതാണ്. നാളെ അവർക്ക് സ്വർഗം കിട്ടും, ഉറപ്പാണ്. എന്നാൽ ഉമിർതു ബിസുജൂദി, എന്നോട് അല്ലാഹു സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. ഫഅബൈതു, ഞാൻ മടി കാണിച്ചു, ഞാൻ വിലനി മാറിയിരുന്നു, തലക്കനം കാണിച്ച് കിബിർ കാണിച്ച് ഞാൻ മാറിയിരുന്നു. പിന്നെ ആദമിന് സുജൂദ് ചെയ്യാനോ? ഞാൻ ആദമാനെ വെറും മണ്ണിൽ നിന്ന്, ഞാനോ തീനാൽ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടാണ്, അപ്പൊ ഞാനാണ് ഏറ്റവും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കിബിർ കാണിച്ചു മാറി നിന്നു. ഫലഹു വലിയ അന്ന, എനിക്കാണെങ്കിൽ നരകവും, എനിക്കാണെങ്കിൽ നരകവും. ആദമിന്റെ മക്കൾക്ക് സുജൂദ് ചെയ്തതിന്റെ പേരിൽ സ്വർഗവും, എനിക്ക് നരകവും എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഏഴരടിച്ച് കരയുമെന്നും അസ്വസ്ഥനാകുമെന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തിലാവത്തിന്റെ സുജൂദൊക്കെ നല്ല ആവേശത്തോടു കൂടി ഇമാം മുഹമ്മദ് എന്തായാലും ഹാഫ് നമുക്ക് ഉണർത്താറുണ്ട്. അത്രക്കാലത്ത് തിലാവത്തിന്റെ സുജൂദുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് ഇനി മുതൽ ഓർമ്മ വരണം. പിശാചിനെ കരയിക്കുന്ന ഏറ്റവും വലിയൊരു അമലാണ് തിലാവത്തിന്റെ സുജൂദ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ധാരാളം